നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴ പെയ്ത രാത്രിയിൽ ഉറക്കത്തു നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറംലോകം അറിയുന്നത്. 2:30യോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ജനം അറിഞ്ഞു തുടങ്ങിയതും. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും നെഞ്ചുലയ്ക്കുന്ന നിലവിളികളാണ് ദുരന്തമുഖത്ത് നിന്ന് ഉയരുന്നത്. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്ന ഫോൺ കോളുകൾ അടക്കം പലതും ഉള്ളുലയ്ക്കുകയാണ്. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺ സ്റ്റേല എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിൽ ഭൂരിഭാഗം. എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം ഇനിയും ലഭ്യമല്ല. ചൂരൽമലയിൽ നിന്നുമാണ് മുണ്ടക്കയിലേക്ക് പോകുന്നത്. ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായി എന്ന് മാത്രമാണ് പുറത്തുവരുന്ന വിവരം. സൈന്യം എത്തിയാൽ മാത്രമേ മുണ്ടക്കയിലേക്ക് എത്താൻ സാധിക്കൂ. ചെമ്പ്ര, വെള്ളരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ രണ്ട് സ്ഥലവും. പുഴയുടെ തീരത്തോട് താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്കുള്ള ദൂരം. പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പലരുടെയും മൃതദേഹവും ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് വീണ്ടും ഇതേ സ്ഥാനത്ത് മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളടക്കം 41 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൂരൽമലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ചൂരൽമലയിൽ തകർന്ന വീടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയാണ് കുത്തിയൊലിച്ച് പുഴ ഒഴുകുന്നതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ സ്കൂളിന്റെ വശത്തുകൂടി ഒഴുകിയെത്തുന്ന പുഴയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിന് സ്കൂൾ ഗ്രൗണ്ടിലൂടെ പരന്നൊഴുകുന്നത്. നിരവധി വീടുകൾ സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരുപാട് പേരെ കാണാനില്ല. നിരവധി വീടുകളും തകർന്ന് ഒലിച്ചുപോയിട്ടുണ്ട്. സ്ഥലത്തിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമീപത്തായി 2 കുന്നുകളാണുള്ളത്, പടവെട്ടിക്കുന്നും പപ്പേട്ടൻ മലയും. ഈ 2 സ്ഥലത്തു നിന്നും ആളുകളെയും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റുന്നുണ്ട്. പുലർച്ചെ 1:30ക്കും 4 മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 2 തവണയാണ് ഉരുൾപൊട്ടലുണ്ടായത്. 2019 പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം. അതിനിടെ വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്ര സഹായം ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖമറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.